ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഒരു സ്വാഗതം പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സലീം കുമാർ ചേട്ടൻ്റെ മരണത്തിൽ നമ്മളെല്ലാവരും ദുഃഖത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളതും, കാരണം എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ്, ഞാൻ കൊടുങ്ങല്ലൂർക്കാരനാണ്. അപ്പോൾ എൻ്റെ നാടിൽ നിന്നൊരു 10-15 കിലോമീറ്റർ ഉള്ളൂ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മരണത്തെക്കുറിച്ചൊക്കെ ചില എനിക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ ഇന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും നമ്മൾ അബ്ദുറഹീമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അബ്ദുറഹീമിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. വേറൊന്നുമല്ല, അബ്ദുറഹീം മഹാനായ കാന്തപുരം ഉസ്താദിനെ കണ്ടു. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം. അബ്ദുറഹീം ഉസ്താദിനെ കണ്ടു. ഉസ്താദിൻ്റെ കൈമുത്തി, ഉസ്താദിൻ്റെ തലപ്പാവിൽ മുത്തി, ഉസ്താദിൻ്റെ നെറ്റിയിൽ മുത്തി. വല്ലാത്തൊരു സ്നേഹബന്ധം എന്താ പറയുക ഉസ്താദുമായിട്ട് അബ്ദുറഹീം എന്താ പറയുക ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വാർത്താമാധ്യമങ്ങളൊന്നും അത് സപ്പോർട്ട് വാർത്താമാധ്യമങ്ങളൊന്നും അത് സംരക്ഷണം ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ എനിക്കൊരു ഡൗട്ട് തോന്നി എന്താണെന്നറിയോ, അബ്ദുറഹീം നമ്മളെ ജിഫ്രി മുത്തക്കോയത്തങ്ങളെ കണ്ടായിരുന്നു, EK സമസ്തയെ കണ്ടായിരുന്നു. EK സമസ്തയെ കണ്ടപ്പോൾ അതൊരു വാർത്തയായിരുന്നു. അബ്ദുറഹീം ചെല്ലുന്നതും തങ്ങൾ ജിഫ്രി മുത്തക്കോയത്തങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾ പങ്കെടുക്കുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മഹാനായ ജിഫ്രി മുത്തക്കോയത്തങ്ങൾ അബ്ദുറഹീമിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. ഞാനത് കാണിക്കുന്നില്ല, കാരണം നമ്മളെല്ലാം മിക്ക ആൾക്കാരും കണ്ടു കാണാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് കാണിക്കണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇതിനെ നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് കാണിക്കാത്തത് കേട്ടോ. കാണിക്കണമെങ്കിൽ കാണിക്കായിരുന്നു, പക്ഷെ കാണിക്കുന്നില്ല. ഞാൻ പിന്നെ കുറേ എഡിറ്റ് ചെയ്ത് ഞാനത് ഇടാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ജിഫ്രി മുത്തക്കോയൊക്കെ തങ്ങളെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൈമുത്തി സലാം പറഞ്ഞു. അദ്ദേഹം ദുആ ചെയ്ത് കൊടുത്തു. എന്താ പറയുക, അബ്ദുറഹീമിന് നല്ലൊരു ഇണയെ, നല്ലൊരു സോലിഹായ ഒരു ഭാര്യയെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജിഫ്രി മുത്തക്കോയ തങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് കൊടുത്തു. പിന്നെ ആ പത്രസമ്മേളനത്തിലും അബ്ദുറഹീം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം മഹാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ വന്ന് കാണുകയും സ്നേഹം പങ്കിടുകയും എന്താ പറയുക അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക അള്ളാഹിൻ്റെ വലിയ എന്ന നിലയിൽ അദ്ദേഹവുമായി ഒരു അഗാധ ബന്ധം സൃഷ്ടിക്കുകയും കൈമുത്തുകയും അതേപോലെ തന്നെ നെറ്റിയിൽ മുത്തുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം പറയുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായിട്ട് നല്ലൊരു ബന്ധം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതിൽ വളരെ സന്തോഷം തോന്നി. പക്ഷെ ഇതൊക്കെ കണ്ട് ഒരുപക്ഷെ പല ആൾക്കാർക്കും കുരുപൊട്ടാം. കാരണം കുറേ കുരുവട്ടൂരുകളുണ്ടല്ലോ. കുരുവട്ടൂരുകളെ കുറിച്ച് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അറിവുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നുണ്ട് കുരുവട്ടൂരുകളെ കുറിച്ച്. കുരുവട്ടൂരുകൾ ഈ അൻസാർ സൗരിയൊക്കെ കുറേ ചീത്തയും തെറിയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിന് ശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുവട്ടൂരുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അറിവുള്ള പണ്ഡിതന്മാർ സംസാരിക്കും, പിന്നെ നമ്മളിടയിൽ കയറി വളവളാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അബ്ദുറഹീം നമ്മളെ തങ്ങളെ കാണുകയും കണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ, അതേപോലെ തന്നെ ഷെയ്ഖുന ഉസ്താദിനെ AP ഉസ്താദിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അദ്ദേഹം പണ്ഡിതന്മാരൊക്കെ ആയിട്ട് ഔലിയാക്കളായിട്ടൊക്കെ നല്ലൊരു ബന്ധമുള്ളൊരു മനുഷ്യനാണെന്ന് കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. പിന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ മാഷാ അല്ലാഹ് ഇപ്പോൾ അത് ഒരു സന്തോഷമാണ്. നെറ്റിയിൽ നിൽക്കുന്ന ആ ഒരു നിസ്കാരത്തമ്പ് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. ഞാനിവിടെ മതമോ വർഗീയതയോ അല്ലെങ്കിൽ മറ്റൊന്നും സംസാരിക്കല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ ആ നിസ്കാരത്താകുമ്പോൾ മറ്റുമൊക്കെ കണ്ടപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ എന്നുള്ള നിലയിൽ എനിക്കില്ലാത്ത നല്ല ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടല്ലോ എന്ന നിലയിൽ ഒരു സന്തോഷം തോന്നിയ കാര്യം ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും അബ്ദുറഹീമിന് നല്ലൊരു ജീവിതം പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, ബൈ.